പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ വരിക മധുരമുള്ള സംഭവം അല്ലേ. കുറച്ച് തിന്നയുമ്പോൾ തന്നെ മടുക്കും. പക്ഷേ ഇത് എത്ര തിന്നാലും മടുക്കൂല കേട്ടോ. അങ്ങനത്തെ ഒരു കേക്കാണ്. എന്ത് കേക്കാന്നല്ലേ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് മനസ്സിലായിക്കോലോ എന്ത് കേക്കാണെന്ന്. അതെ, ചിക്കൻ കേക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. ചിക്കനിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് വേവിച്ച ചിക്കൻ ആട്ടത്. ഇത് നമുക്കൊന്നിവിടെ മാറ്റി വെക്കാം. നമ്മൾ അടുത്ത പരിപാടിക്ക് പോവാം. അതിന് വേണ്ടിയിട്ടൊരു സോസ് പാൻ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകും കറിവേപ്പിലൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ പണിയുണ്ട്. എന്താണെന്നല്ലേ, ഈ ചിക്കനല്ലേ വേവിച്ച ചിക്കൻ അത് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സവാള ഇവിടെ ജസ്റ്റ് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ടോളി. പിന്നെ ഒരു പിഞ്ച് ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, സവാളയും മസാലപ്പൊടിയൊക്കെ. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മസാല ഒന്ന് മാറ്റിയേക്കാം. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. അപ്പോൾ 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1/2 കപ്പ് പാല്, നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാട്ടോ. പിന്നെ 1/2 കപ്പ് വെളിച്ചെണ്ണ, പിന്നെ ഒരു 1/4 കപ്പ് നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കണം. മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടാറിയിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയും ഈ ബാറ്ററും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ആകെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചെടുക്കാം. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കാം. 30 മിനിറ്റ് ആട്ടോ കുക്ക് ചെയ്തെടുക്കുന്ന ടൈം. അപ്പോൾ നമുക്ക് എപ്പോഴാണ് റെഡി ആവാമെന്ന് നോക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു തക്കാളി ഇതേപോലെ ചെറിയ പീസാക്കിയതും കറിവേപ്പില ഇങ്ങനെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. എത്ര തിന്നാലും മടുക്കില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ.